സിറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലാണ് സിനഡ്. കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായ തർക്കവും പിന്നീട് നടപ്പാക്കിയ സമവായ നിർദ്ദേശങ്ങളുടെ പുരോഗതിയും മെത്രാൻ സിനഡിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി സമ്മേളനത്തെ അറിയിക്കും. നാളെ രാവിലെ 9 മണിക്ക് സിറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. സഭയ്ക്ക് കൃത്യമായ നിലപാടുകൾ പല വിഷയങ്ങളിലും എടുക്കാറുണ്ട്. സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. ഒപ്പം സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും അല്ലേ? രഞ്ജിത്ത്, ഇപ്പോൾ സഭയുടെ ഒരു ശീതകാല സിനഡാണ് അന്ന് ആരംഭിക്കുന്നത്. ഇന്ന് പ്രാർത്ഥന പരിപാടികളോടുകൂടിയുള്ള ഒരു ദിവസം എന്നതാണ് ഇന്ന്. ഔദ്യോഗികമായ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നാളെ സഭാ അധ്യക്ഷൻ ബിഷപ്പ് റാഫേൽ തട്ടേൽ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയാണ് ചർച്ചകളിലേക്ക് വരുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത് സഭയ്ക്കകത്തും പുറത്തുമുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ചർച്ചകളിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഭയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കുർബാന ഏകീകരണ വിഷയവുമായിട്ട് ഇപ്പോഴും അത്തരം ചർച്ചകളും അതോടൊപ്പം തന്നെ ചില ഇടത്തെ തർക്കങ്ങളും ഒന്നും അവസാനിക്കാത്ത ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്കയിലടക്കം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. പല പള്ളികളിലും ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയാതെ തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ചിലയിടങ്ങളിൽ കുർബാന പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് സിനഡ് സെക്രട്ടറി എന്ന നിലയിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി അവതരിപ്പിക്കുകയും ചെയ്യും. കാരണം ചില സമവായങ്ങൾ ഉണ്ടാക്കി എങ്കിൽ എന്തുകൊണ്ട് അത് നടപ്പായില്ല എന്നതടക്കം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചർച്ചകൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്, എന്തെല്ലാം തടസ്സങ്ങൾ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേകിച്ചും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതെല്ലാമുള്ള വിശദമായ ഒരു റിപ്പോർട്ട് അടക്കം ഇതിൽ ഈ സിനഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് സഭയ്ക്ക് പുറത്തുള്ള വിഷയങ്ങൾ, അത് സാമൂഹികമാണ്, രാഷ്ട്രീയപരമാണ്. ചില വിഷയങ്ങളിലെല്ലാം തന്നെ സർക്കാരിൻ്റേതായ ചില നയങ്ങളെ തന്നെയും പലപ്പോഴും അത് ചോദ്യം ചെയ്യുന്ന രീതിയിലടക്കം സഭയ്ക്ക് ചില നിലപാടുകൾ എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാജ്യത്ത് പലയിടങ്ങളിലുമായിട്ട് ഈ പ്രേക്ഷിത പ്രവർത്തനവും മറ്റും നടത്തുന്നവർക്ക് നേരെ നടക്കുന്ന ഒരു കടന്നുകയറ്റങ്ങൾ, അതോടൊപ്പം ക്രിസ്തുമസ് കാലത്തും പോലും ഉണ്ടായിരുന്ന ചില അക്രമ സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായ പലപ്പോഴുമെല്ലാം തന്നെ സിറോ മലബാർ സഭയുടെ പുരോഹിതർ അല്ലെങ്കിൽ കന്യാസ്ത്രീ സമൂഹം തന്നെ, അവർക്ക് കീഴിൽ വരുന്ന പുരോഹിതരും കന്യാസ്ത്രീ സമൂഹം തന്നെയാണ് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം സഭയ്ക്കകത്തും നിലനിൽക്കുന്നുണ്ട്. കാരണം മേൽത്തട്ടിൽ വലിയ രീതിയിലുള്ള ഈ രാഷ്ട്രീയ ഔന്നത്യത്തിൽ നിൽക്കുന്നവരായിട്ട്, ഭരണത്തിലിരിക്കുന്നവരുമായിട്ടെല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് സമവായങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അത് കീഴ്ത്തട്ടിലേക്ക് പോകുമ്പോൾ, താഴേക്ക് പോകുമ്പോൾ ഇത്തരം തിരിച്ചടികൾ നേരിടുന്നു എന്നൊരു പൊതു ചോദ്യം സഭയ്ക്കകത്ത് തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സിനഡിൽ ചർച്ചയ്ക്ക് വന്നേക്കാമെന്ന് തന്നെയാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. 10-ാം തീയതി വരെയാണ് സിനഡ് നീണ്ടു നിൽക്കുന്നത്. ഈ തീരുമാനങ്ങൾ, ചർച്ചകൾ സംബന്ധിയായ കാര്യങ്ങളുടെ ഒരു വിശദമായ ഒരു വ്യക്തതയും 10-ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനഡിന് ശേഷം വിശദീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം